ഞാനിന്നും അതിജീവിതയ്ക്ക് കൂടെയാണ്. കാരണം ദിലീപിനെ സംശയിക്കാൻ നമുക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. തെളിവുകൾ വരെ പ്രോസിക്യൂഷൻ കൊടുത്തിട്ടും കോടതി അതൊന്നും മുഖവിലക്കെടുത്തില്ല. എന്തിനു പിന്നെ ഇത്രയും നീണ്ട 8 വർഷങ്ങൾ കാത്തിരുന്നു ഈ ഒരു വിധി പ്രഖ്യാപിക്കാൻ വേണ്ടി, ഈ ഒരു വിധി പുറപ്പെടുവിക്കാൻ വേണ്ടി എന്ന ചോദ്യം മാത്രമാണ് ബാക്കി നിലനിൽക്കുന്നത്. അപ്പം എല്ലാവരും വിചാരിച്ച പോലെ തന്നെ വിധി വന്നു, വിധി കേട്ടു, ആർക്കും അത്ഭുതമില്ല. അതിൻ്റെ കാര്യം ദിലീപിനെ വെറുതെ വിടും എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. സാഹചര്യ തെളിവുകൾ ഇല്ലാത്തതിൻ്റെ പേരിൽ 6 തുടങ്ങി 10 വരെയുള്ള പ്രതികളെ വെറുതെ വിടുകയാണ് ഉണ്ടായത്. ഒരുപാട് തെളിവുകൾ പ്രോസിക്യൂഷൻ ഇതിനു വേണ്ടി ഹാജരാക്കി. നടി തന്നെ ഈ ഒരു ജഡ്ജിയെ മാറ്റണമെന്ന് പറഞ്ഞ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും വരെ പോയി എന്നുള്ളതാണ്. അപ്പോൾ കോടതിക്ക് നാണക്കേട് ഉണ്ടാകും എന്നുള്ള കാര്യം കൊണ്ട് തന്നെയായിരിക്കാം ചിലപ്പോൾ ഈ ഒരു ജഡ്ജിയെ മാറ്റാഞ്ഞത്. എന്ത് തന്നെയായാലും ന്യൂസ് 18-ൽ വന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരാളുടെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കേട്ടു. അതായത് പ്രതി കോടതി മുറിക്കുള്ളിലെത്തുമ്പോൾ ജഡ്ജി പോലും എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു ഈ കേസിൻ്റെ വാദങ്ങളും എല്ലാം നടന്നുകൊണ്ടിരുന്നത് 8 വർഷക്കാലം. അപ്പോൾ ആ ഒരു കോടതിയിലേക്ക് പ്രതി എത്തുമ്പോൾ ജഡ്ജി എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുന്ന ഒരു കഥ നമ്മൾ എങ്ങും കേട്ടിട്ടില്ല അല്ലേ? അപ്പോൾ ഈ ഒരു കേസിൽ ഈ ഒരു വിധി വന്നതിൽ ഒരു അത്ഭുതവും പറയാനില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ അഡ്വക്കേറ്റും ദിലീപിൻ്റെ നാട്ടുകാരനും ബന്ധു കൂടിയുമായ ജയശങ്കർ. കൃത്യമായിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആലുവക്കാർക്ക് അറിയാത്ത ദിലീപല്ലല്ലോ. നാട്ടുകാർ മുഴുവൻ അനുകൂലമാണ് എന്ന് പറയുന്നത് വെറുതെയാണ്. ഈ പണമുള്ള ആളുകൾ ഇതുപോലെ തോന്നിയാസത്തരം ചെയ്യുമ്പോൾ അവരുടെ കൂടെ നിന്ന് അവരെ പൊക്കിക്കൊണ്ട് നടക്കാനുള്ള ആളുകൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പണമുള്ളവൻ്റെ കൂടെ ആളുകൾ നിൽക്കും. നീതിയുടെയും ന്യായത്തിൻ്റെയും കൂടെ ആരും നിൽക്കൂല. സത്യം ജയിച്ചു, നീതി നടപ്പായി എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. സത്യം ഒരിക്കലും ജയിക്കൂല. സത്യത്തെ മൂടി വെച്ചിരിക്കുകയാണ്. പുറത്തു വരാൻ ആളുകൾ അനുവദിക്കൂല. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ ചാനലിൽ വന്ന ചിലരുടെ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ അവരവരുടെ അഭിപ്രായങ്ങളാണ്. എൻ്റെ സ്വന്തമായ അഭിപ്രായം ഞാൻ തുറന്നു പറഞ്ഞു, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആരും തെറ്റിദ്ധരിക്കരുത്. ഞാൻ എപ്പോഴും അതിജീവിതയുടെ കൂടെയാണ്. നമ്മൾ പ്രതിയുടെ വീടിൻ്റെ മുമ്പിൽ പോയി നിന്ന് ഒരു വീഡിയോ എടുത്തു എന്ന് വെച്ചിട്ട് അവിടെ കിട്ടിയ വാർത്തകൾ നമ്മുടെ ചാനലിൽ ഇട്ടു എന്നല്ലാതെ ഞാൻ എൻ്റെ നിലപാട് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പെരേര പറഞ്ഞത് പെരേരയുടെ നിലപാടാണ്. അതുമായിട്ട് എൻ്റെ നിലപാടിന് യാതൊരു ബന്ധവുമില്ല. നമുക്ക് പലരുടെയും സ്റ്റേറ്റ്മെൻറ്റുകൾ എടുത്തിട്ട് ചാനലിലിടാം അല്ലേ? അത് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റും എൻ്റെ അഭിപ്രായം അതാണോ എന്ന് ചോദിച്ചിട്ട് ആരും ടെൻഷൻ അടിക്കേണ്ട. എൻ്റെ അഭിപ്രായം അതല്ല. എൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ അന്നും ഇന്നും ഇനി അങ്ങോട്ടും എപ്പോഴും അതിജീവിതയ്ക്കൊപ്പാണ്, അവൾക്കൊപ്പാണ്. ഒരുപാട് തെളിവുകൾ ദിലീപിനെതിരെ ഹാജരാക്കിയിരുന്നു. പക്ഷെ അതൊന്നും മുഖവിലക്കെടുത്തിട്ടില്ല. ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ കൊടുത്തപ്പോൾ അത് തള്ളിക്കളഞ്ഞുകൊണ്ട് ഹൈക്കോടതി എന്തിനാ 80 ദിവസത്തേക്ക് ജയിലിലാക്കിയത്? അപ്പോൾ അതിൽ കഴമ്പില്ലാഞ്ഞിട്ടാണോ? അതിൻ്റെ ഇടയിൽ പൾസർ സുനി പറഞ്ഞ മാഡം എവിടെ? മാഡത്തിനെ പറ്റി ഇതുവരെ ആരെങ്കിലും അന്വേഷിച്ചോ? മാഡം പുറത്തു വന്നിട്ടില്ല. എന്തുകൊണ്ട് പുറത്തു വന്നില്ല? പലത് ഈ കേസിൽ ഇനിയും തെളിയാനുണ്ട്. ഇതൊരു ശരിയായ വിധിയല്ല എന്നാണ് കേരളം മൊത്തം വിശ്വസിക്കുന്നത്. നടി ഇനിയും അപ്പീൽ പോകും. ഇതിന് മേളിൽ ഹൈക്കോടതി ഉണ്ട്, ഹൈക്കോടതിയുടെ മേളിൽ സുപ്രീം കോടതി ഉണ്ട്. കാരണം വെറും ഡ്രൈവർ മാത്രമായ പൾസർ സുനിക്ക് ഈ ഒരു കാര്യം ചെയ്യാനുള്ള ധൈര്യം എവിടുന്ന് കിട്ടി? പൾസർ സുനിയുടെ ആത്മനിർവൃതിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണോ? അല്ല. ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. ശരിക്കും ഇതൊരു മാസ്റ്റർ ബ്രെയിൻ്റെ അടിസ്ഥാനത്തിൽ കൊട്ടേഷൻ, ഒരാൾക്ക് വേണ്ടി കൊട്ടേഷൻ എടുത്തിട്ടുള്ളതാണ്. ആ ആളാരാണെന്ന് ഇതുവരെ തെളിയിക്കാൻ കോടതിക്ക് കഴിഞ്ഞിട്ടില്ല. ഇന്നും നടികളെ രാത്രികാലങ്ങളിൽ ഡ്രൈവർമാർ കാറിൽ കൊണ്ടുവന്നാക്കുന്നുണ്ട്, വീട്ടിലെത്തിക്കുന്നുണ്ട്, കൊണ്ടുവന്നുണ്ട്. ഇതുവരെ ഒരു ഡ്രൈവർമാർക്കും ഈ ഇങ്ങനത്തെ ഒരു അക്രമം, ഒരു പീഡനം, അതിക്രമം എന്ന് തന്നെ പറയാം, ഒരു സ്ത്രീയുടെ നേർക്കുള്ള ഒരു ദയാദാക്ഷിണ്യം ഇല്ലാത്ത ഒരു അതിക്രമം നടത്തിയ ഗൂഢാലോചന എവിടെ നിന്നാണോ വന്നത് ആ മാസ്റ്റർ ബ്രെയിനെയാണ് ശിക്ഷിക്കേണ്ടിയിരുന്നത്. എന്തിന് ഇത്രയും ഈ കാലയളവ് എടുത്തു ഈ ഒരു വിധിക്ക് വേണ്ടി എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. കാരണം ഈ വിധി നേരത്തെ എഴുതി തയ്യാറാക്കപ്പെട്ട വിധിയായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും 8 വർഷം 9 വർഷത്തോളമായിട്ട് ഈ ഒരു കേസിൻ്റെ വിചാരണ നടക്കുകയായിരുന്നു. ഇനി എന്തായാലും അതിജീവിതയ്ക്ക് ഹൈക്കോടതിയിൽ പോവാം. ഹൈക്കോടതിയിൽ നിന്നും നമുക്ക് ഇത്തരത്തിലുള്ള ഒരു വിധിയാണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ മേളിൽ സുപ്രീം കോർട്ടുണ്ട്. അവസാനത്തെ ഒരു തീർപ്പ് കൽപ്പിക്കാൻ സുപ്രീം കോർട്ടുണ്ട്.
ഇതിൽ കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാരും തൃപ്തരല്ല. ഒരാളെ ശിക്ഷിക്കണമെന്ന് നമ്മളൊന്നും വെറുതെ വാശി പിടിക്കുന്നതല്ല. ഇതിന്റെ പിന്നിൽ ഒരാളുടെ ഗൂഢാലോചനയില്ലാതെ ഈ നടിക്കെതിരെ കൃത്യമായിട്ടുള്ള ഒരു പദ്ധതിയും പ്ലാനിങ്ങും ഇല്ലാണ്ട് ഈ ഒരു ക്രൂരകൃത്യം, ഈ ഒരു അക്രമ പീഡനം നടക്കൂല എന്നുള്ള ഒരു കാര്യത്തിൽ 101% കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്ന ജനങ്ങൾക്ക് ഉറപ്പുണ്ട്. പൾസർ സുനിയെ അറിയൂല എന്ന് പറഞ്ഞ ദിലീപ് പൾസർ സുനിയായിട്ട് പലയിടത്തും വെച്ചിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ട് എന്നതിന്റെ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയിട്ട് അപ്പം നമ്മുടെ കേരളത്തിലെ ഒരു പെൺകുട്ടിക്ക് ഇതുപോലെ ഒരു ആക്രമണം നേരിട്ട് കഴിഞ്ഞാൽ കേരളത്തിലെ കോടതികളെ എങ്ങനെ നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റും? സിനിമാ മേഖലയിൽ സ്ത്രീകൾ സുരക്ഷിതരല്ല. ഒരാളും അവളുടെ കൂടെ നിൽക്കൂല എന്നുള്ളതിൻ്റെ തെളിവാണ്. എന്തിനാണ് ഇത്തരം സംഘടനകൾ എന്ന് ഞാൻ ചോദിക്കുകയാണ്. രാവിലെ ഭാഗ്യലക്ഷ്മി ഫെഫ്കേന്ന് പുല്ലുപോലെ രാജിവെച്ച് വലിച്ചെറിഞ്ഞു പോകുന്നു. എന്തിനാണ് അമ്മ എന്നൊരു സംഘടന ഉണ്ടാക്കിയിരിക്കുന്നത്? പുരുഷന്മാരെ സംരക്ഷിക്കാനോ? അവരുടെ ഏതെങ്കിലും ഒരു പ്രശ്നങ്ങളിൽ ഈ സംഘടന ഇടപെടുന്നുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഒരു സംഘടന എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പിരിച്ചു വിട്ടൂടെ? എല്ലാവരും പിരിഞ്ഞു പോകണം. ഒരു സ്ത്രീക്ക് ഇതുപോലെ ഒരു അതിക്രമം നേരിട്ടിട്ട് പോലും അവളുടെ കൂടെ നിൽക്കാനോ അവളെ ആശ്വസിപ്പിക്കാനോ അവൾക്ക് വേണ്ടി ഒരു വാക്ക് സംസാരിക്കാനോ പറ്റാത്ത ഒരു സംഘടന എന്തിന്? സംഘടനയിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്നവരൊക്കെ എന്തിനുള്ളവരാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. പകുതി മുക്കാൽ പേരും രാജിവെച്ച് പുറത്തു പോകണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനിയും ഈ സംഘടനയിലേക്ക് ഇവനെ കൊണ്ടുവരും. അത് കൊണ്ടുവരും എന്നുള്ള ഉറപ്പ് ഫസ്റ്റ് അംഗങ്ങളുടെ അഭിപ്രായം പോലും ചോദിക്കാണ്ട് തീരുമാനമെടുത്തതിനെതിരെ പ്രതിഷേധിച്ചിട്ടാണ് ഭാഗ്യലക്ഷ്മി ഇന്ന് രാജിവെച്ചിട്ടുള്ളത്. ശക്തമായ വാക്കുകളായിരുന്നു ഭാഗ്യലക്ഷ്മിയുടേത്. ഭയങ്കര വികാരധീനിയായിരുന്നു അവർ. വികാരഭരിതമായ നിമിഷങ്ങളായിരുന്നു. അത്രത്തോളം അതിജീവിതയെ അവരൊക്കെ ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ്. ഒറ്റ നട്ടലുള്ള ആണൊരുത്തനും സിനിമാ സംഘടനയിലില്ല. എന്തിനാണ് ഇങ്ങനെ ഒരു സംഘടന? പിരിഞ്ഞു പോകണം എല്ലാവരും സ്വമേധയാ. അപ്പൊ നാളെ മറ്റൊരു നടിക്ക് വേറെ എന്തെങ്കിലും സംഭവിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ആരും ഉണ്ടാവില്ല, ആരും നിൽക്കൂല. ഇത് മനസ്സിലാക്കുക, എല്ലാവരും പിരിഞ്ഞു പോവുക. സിനിമാ സംഘടനകൾ സിനിമയിലുള്ള എന്തെങ്കിലും അതിക്രമങ്ങൾക്ക് അല്ലെങ്കിൽ നടീനടന്മാർക്ക് ആർക്കായാലും എന്തെങ്കിലും സംഭവിച്ചാൽ അതിനു വേണ്ടി ശബ്ദിക്കാനുള്ളതായിരിക്കണം. ഇപ്പം അമ്മയുടെ തലപ്പത്തിരിക്കുന്നത് ശ്വേതാ മേനോനാണെന്ന് പറയുന്നു. ശ്വേതാ മേനോനൊരു ഏകകണ്ഠമായ അഭിപ്രായം എടുക്കാൻ പറ്റുമോ? മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് നീങ്ങാനേ അവർക്ക് സാധിക്കുള്ളൂ. ഇപ്പോഴും തലപ്പത്ത് ഇവരെ ഇരുത്തിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അമ്മയിൽ നിന്ന് നീതി കിട്ടും, അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ നിന്ന് ഈ നടിക്ക് നീതി കിട്ടും എന്നുള്ളൊരു ധാരണ പോലും നമുക്കില്ല, കേരളക്കരയ്ക്കില്ല. അപ്പോൾ എന്നും അതിജീവിതയ്ക്കൊപ്പം ദിലീപിനെ ശിക്ഷിക്കാൻ വേണ്ട തെളിവുകളൊക്കെ ഉണ്ടായിരുന്നു. കോടതി കണ്ണടച്ചു. എന്തായാലും അതിജീവിത അപ്പീലിന് പോകും. തീർച്ചയായും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് അതിജീവിതയ്ക്ക് നീതി കിട്ടും എന്നുള്ളൊരു കാര്യത്തിൽ ഉറപ്പുണ്ട്. തെളിവുകൾ ഉണ്ടെങ്കിൽ ഹൈക്കോടതി അത് കേൾക്കാതെ പോവില്ല. ഒരിക്കൽ കൂടി ഞാൻ പറയാണ്, ഞാൻ അവിടെ പോയി നിന്ന് വീഡിയോ എടുത്തു എന്ന് കരുതി ആരും എന്നെ തെറ്റിദ്ധരിക്കരുത്. പറഞ്ഞതൊന്നും എൻ്റെ അഭിപ്രായമില്ല. ആലുവക്കാർ എനിക്ക് കമൻ്റ് ഇട്ടിരുന്നു, ഇതൊന്നും ഞങ്ങൾക്ക് ദിലീപിനെ പറ്റി യാതൊരു അഭിപ്രായവും ഇല്ല, ഇതൊന്നും ഞങ്ങളുടെ അഭിപ്രായമല്ല എന്ന് പറഞ്ഞിട്ട്. അത് തന്നെ ഞാനും പറയാണ്, ഇതെൻ്റെ അഭിപ്രായമല്ല, നമ്മുടെ ചാനലിൽ ബൈറ്റ് തരുന്നവരുടെ അഭിപ്രായമാണ്. എൻ്റെ യഥാർത്ഥ അഭിപ്രായം ഞാൻ ഈ വിധി വന്നപ്പോൾ പറഞ്ഞിരുന്നു. ഇപ്പം ഞാൻ വീണ്ടും ഇതൊക്കെ എടുത്തു പറയുന്നത് നിങ്ങൾക്ക് ഒന്നുകൂടി വ്യക്തമായിട്ടൊരു ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാനൊരു കണ്ടന്റ് ക്രിയേറ്ററാണ്. കണ്ടന്റ് ഉണ്ടാക്കുക എന്നതാണ് എൻ്റെ ജോലി. അതുകൊണ്ട് പറഞ്ഞത് അവരുടേതായിട്ടുള്ള അഭിപ്രായമാണ്. അത് എൻ്റെ അഭിപ്രായമായിട്ട് കൂട്ടിക്കൊഴിക്കേണ്ട ഒരാവശ്യവും ഇല്ല. എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ വന്നിരുന്നു തുറന്നു പറയും. നമ്മൾ ഏതെങ്കിലും സെലിബ്രിറ്റികളെ കാണുമ്പോൾ അവരോട് ഒരു ചോദ്യം ചോദിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു വീഡിയോ വന്നത്. അല്ലാതെ എൻ്റെ അഭിപ്രായമല്ല അത്. അപ്പം വീണ്ടും പറയാണ്, അതിജീവിതയ്ക്കൊപ്പം, അവൾക്കൊപ്പമാണ് അന്നും ഇന്നും എന്നും.